നമ്മുടെ മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ആയിരിക്കും. വർത്തമാനകാലത്തിൽ വളരെ കുറവായിരിക്കും. ഭൂതകാലത്തെ ദുരന്തങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, സന്തോഷങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ മറന്നു പോകുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കാനാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷം അതുള്ളത് വർത്തമാനകാലത്തിലാണ്. വാർദ്ധക്യം ബാധിച്ചവർ അവരുടെ യൗവനകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. യൗവനകാലത്ത് നമ്മളുടെ വാർദ്ധക്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ രണ്ട് കൂട്ടരും അസ്വസ്ഥരാണ്. നമ്മൾ കുട്ടികളെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, കുട്ടികൾ എപ്പോഴും ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ? അവർ ജീവിക്കുന്നത് വർത്തമാനകാലത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, നമ്മളുടെ ഭൂതകാലം എന്ന് പറയുന്നത് ഒരു ക്യാൻസൽഡ് ചെക്കാണ്. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഒരു പ്രോമിസറി നോട്ടാണ്. നമ്മളുടെ ഇന്നാണ് ക്യാഷ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ടുഡേ പ്രസൻറ്റ് എന്ന് കൂടെ വിളിക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സമ്മാനമാണിന്ന്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതാണ് നമ്മളുടെ നാളെയും നിർണ്ണയിക്കുക. ഇന്ന് ചെയ്യാനുള്ളതിനെ ഇപ്പോൾ ചെയ്യുക, നാളെ ചെയ്യാനുള്ളതിനെ ഇന്ന് ചെയ്യുക. കാരണം നാളെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.